അത്ര നേരം ഇങ്ങനെ ഭയങ്കര കരഞ്ഞിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എപ്പിഡ്യൂറലെടുത്ത് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. അത്രയും റിലീഫായി അവർക്ക് അതിന്റെ ആ ഒരു സിറ്റുവേഷനിൽ എന്നുള്ളത്. അത്രയും പേരെയും ഒരു ഈസാക്കുന്നു. ഈസാണ്. പിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും അപ്പൊ എളുപ്പമുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് കൂടെ നിൽക്കുന്നു, ഈ കരഞ്ഞു വിളിക്കുന്ന ഭാര്യനെ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഒരാളെ കൂടെ നിൽക്കുമ്പോഴല്ലേ അവർക്കും അതെ. അത്രയും സമാധാനം ഉണ്ട്. ഇത്രയും വേദന അയാൾ കടന്നു പോണത് എത്ര പേർക്ക് അതെ, കണ്ടു നിൽക്കാൻ പറ്റും എന്നുള്ളത്. എന്നിട്ട് ഇത് എടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാര്? അതിനെന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ബേസിക്കലി പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, സുഖപ്രസവിച്ചാലേ അത് അറ്റാച്ച്മെന്റ് വരുള്ളൂ, ഇങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെ ഒരു പൊതുവെ ഒരു കൺസെപ്റ്റ്. പിന്നെ എപ്പിഡ്യൂറൽ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ, സൈഡ് എഫക്ട്സ് അങ്ങനെയൊക്കെ ഒരു എപ്പിഡ്യൂറൽ ഇപ്പൊ എല്ലാ പ്രൊസീജിയേഴ്സിനും ഞാൻ എന്നോട് ചോദിക്കും പറയാറ്, എല്ലാ പ്രൊസീജിയേഴ്സിനും അതിന്റെ ഇഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. ഇപ്പൊ നമുക്ക് എപ്പിഡ്യൂറൽ എടുത്ത് ഒരു നോർമൽ ഡെലിവറി സാധിച്ചാൽ അല്ലെങ്കിൽ സിസേറിയൻ ഒഴിവാക്കാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി അതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഈ വേദന സഹിച്ചാലേ കുഞ്ഞുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുള്ളൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. എപ്പിഡ്യൂറൽ എടുക്കുന്ന ഒരു 100 പേരിൽ 1-2 പേർക്ക് ചിലപ്പോൾ പെയിൻ റിലീഫ് ഫുള്ളായിട്ട് കിട്ടിയില്ല എന്ന് വരാം, അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ആക്ട് ചെയ്തില്ല എന്ന് വരാം, ചെറിയ കാലിൽ തരിപ്പ് വരാം, യൂറിൻ പോവാൻ ബുദ്ധിമുട്ട് വരാം. അതൊക്കെ ടെമ്പററി ആണ്. നടുവിന്റെ പ്രശ്നം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും, വെറുതെ ഒരു തെറ്റിദ്ധാരണാജനകമായിട്ട് വേദനയും ഇതുമായിട്ട് സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ ഒരു ഗ്യാസ് ഇൻഹലേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെലിവറീനെ പേടിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതായത് കുട്ടിയെ വേണ്ടാമാക്കേണ്ട പോലെ ഒന്നും ചെയ്യേണ്ട സാഹചര്യമില്ല. പിന്നെ ചിലരെ പേടിച്ചിട്ട് അത് ചിലപ്പോൾ ഡീപ് ലൈങ് എന്തെങ്കിലും അണ്ടർലൈങ് എന്തെങ്കിലും അവർക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ചിലർ പേടിച്ചിട്ട് വേണ്ട നമുക്ക് സിസേറിയൻ മതി എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അപ്പൊ കുറെയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സിസേറിയനിലേക്ക് പോകാം.